എന്ത് സംഭവിക്കും? കംപ്ലീറ്റ് അങ്ങോട്ട് കെട്ടടങ്ങി പുകയാൻ തുടങ്ങും അല്ലെ? ഇതാണ് പലപ്പോഴും ഇന്നത്തെ കാലത്ത് ഇഫ്താറുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വയറ് കംപ്ലീറ്റ്ലി ക്ലീനായി നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ആ ഒരു പിന്നെ ഉള്ള ഭക്ഷണത്തെ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പുകളെയൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങും. ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് ആ കൊഴുപ്പുകളെയൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി അതൊരു രീതിയിൽ ഒന്ന് ശുദ്ധീകരണം വരുത്തുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ ജ്യൂസുകൾ വെച്ചിട്ടാണ് അങ്ങോട്ട് തുടങ്ങുക. അത് പ്രത്യേകിച്ച് ലൈം. ഇപ്പൊ നുബില പറഞ്ഞ പോലെ എൻ്റെ ഓർമ്മയിലും നോമ്പ് തുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബത്തക്കയും നാരങ്ങ വെള്ളവും. ഇതില്ലാത്തൊരു സമയമില്ല, നോമ്പില്ല, അതില്ലാതെ നമുക്ക് പറ്റില്ലായിരുന്നു. അതൊക്കെ വളരെ തെറ്റായൊരു ധാരണയാണ്. കാരണം ഈ ഒരു കെട്ടടങ്ങി കിടക്കുന്ന ഒരു തീയിലേക്ക് മണ്ണെണ്ണ ഒഴിക്കുന്ന പോലെയാണ് നമ്മൾ ആസിഡ് ഒഴിക്കുന്നത്. സിട്രിക് ആസിഡ് ആണല്ലോ നാരങ്ങ വെള്ളം, അത് ആസിഡ് ഒഴിക്കുന്നത്. സ്വാഭാവികമായിട്ട് പ്രവാചകൻ പറഞ്ഞ പല കാര്യങ്ങളിലും കൃത്യമായ അറിവുകളും നമുക്ക് ചിന്തിക്കാനുള്ള മാർഗങ്ങളും ഉണ്ട്. ഡോക്ടറെ പോലെ പറഞ്ഞതുപോലെ ഈത്തപ്പഴം കൊണ്ട് ഈത്തപ്പഴം കൊണ്ട് തുടങ്ങാനാ പറയുന്നത്. വെള്ളം. അതെ, ആ ഈത്തപ്പഴത്തിന്റെ ഉദ്ദേശം എന്താ? നമ്മുടെ ഈ ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവിടെ ഹൈപ്പോഗ്ലൈസീമിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനെ ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് നോർമൽസിക്ക് വരുത്താൻ. ഇല്ലെങ്കിൽ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കും. വെള്ളം എത്രയും നമുക്ക് കഴിക്കാം, പച്ചവെള്ളം കുടിക്കുക അല്ലെ? പക്ഷെ നമ്മൾ അതിനെ മലിനമാക്കിയിട്ട് പലതരത്തിലുള്ള സ്ക്വാഷുകള്, അതുപോലെ നാരങ്ങ, ഷുഗർ ഒക്കെ ആഡ് ചെയ്യുക. ഒരിക്കലും ഈ ഷുഗർ കണ്ടന്റ് ആഡ് ചെയ്യാത്ത വെള്ളങ്ങൾ കഴിക്കുന്ന പച്ചവെള്ളമാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം അത് ഓരോ കാലഘട്ടത്തിനും കാലാവസ്ഥയ്ക്ക് അനുസരിച്ചൊക്കെ വ്യത്യാസങ്ങൾ. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, ഈത്തപ്പഴം കഴിക്കുക, പിന്നെ വലിയ പുളിപ്പില്ലാത്ത ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്ത് കഴിക്കുക. പപ്പായ, പേരക്ക, ഇനി അതുപോലെ തന്നെ ആപ്പിള്, അതൊക്കെ നല്ലതാണ്. സമാമ് അങ്ങനെ നല്ലതാണ്. വാട്ടർമെലോൺ ഒന്നും കുഴപ്പമില്ല. ഈ ഓറഞ്ച്, ഗ്രേപ്സ് അങ്ങനത്തെ അസിഡിക് ഫ്രൂട്ട്സ് മാക്സിമം ഒഴിവാക്കുന്നത് നോമ്പ് തുറക്കുമ്പോൾ.